കൊടുങ്ങല്ലൂർ ഭരണി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച നേരിട്ട് കാണുന്നത്. ഇതിൻ്റെ തീവ്രതയും ഊർജ്ജവും എൻ്റെ പൊന്നലിയ ഒന്നും പറയേണ്ട കിടിലം. സോഷ്യൽ മീഡിയയിൽ ഇതിനെ പരിഹസിക്കുന്നവരോടും നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോടും എനിക്ക് ചിലത് പറയേണ്ടത് ഞാൻ ലാസ്റ്റ് പറയാം. എന്നിരുന്നാലും എന്താണ് ഈ ചടങ്ങുകൾ? ഒരു കാലഘട്ടത്തിൽ ജാതിയുടെയും മറ്റു പേരിലുള്ള വിവേചനങ്ങളെല്ലാം അനുഭവിച്ചിരുന്ന ജനങ്ങളുടെ ഒരു രോക്ഷം അവർ പ്രകടിപ്പിച്ചു തീർക്കുന്നതാണ് ഈ കാവുതീണ്ടൽ എന്ന് പറയുന്നത്. കാവുതീണ്ടൽ എന്ന് പറയുന്നത് വെറും ഒരു തുള്ളലും വാളുകൊണ്ടുള്ള മുറിവുകളും വെറും കോമാളിത്തരമല്ല, പക്ഷേ ദേവിയുമായിട്ടുള്ള ഒരു ട്രാൻസ് അല്ലെങ്കിൽ ഒരു അലിഞ്ഞു ചേരലാണ്. അതുപോലെ തന്നെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന അല്ലെങ്കിൽ ദേവിയുടെ ഫ്രസ്ട്രേഷൻ, അതായത് ദേവിയുടെ ദേഷ്യം ശമിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന തെറിപ്പാട്ടുകൾ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ സിനിമയിലെ സാങ്കല്പിക കഥാപാത്രങ്ങൾ കണ്ട് അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ കണ്ട്, ഉദാഹരണത്തിന് തന്മാത്രയും കാഴ്ചയും രാപ്പകലും അങ്ങനത്തെ സിനിമകൾ കണ്ട് കണ്ണു നിറയുന്നവർക്ക് എങ്ങനെയാണ് ഈ മനുഷ്യരുടെ ആത്മീയ വികാരങ്ങളെ പരിഹസിക്കാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. വികാരങ്ങൾ സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒന്ന് തന്നെയാണ്. കേരളത്തിൽ നിന്ന് തന്നെയല്ല, ഇന്ത്യക്ക് തന്നെ തീർത്തും ഫോറിനായിട്ടുള്ളൊരു മതവിശ്വാസത്തെ അംഗീകരിച്ച ഒരു നാടാണ് കൊടുങ്ങല്ലൂർ. അന്ന് അവിടുത്തെ ജനങ്ങൾ കാണിച്ച ആ വലിയ മനസ്സ്, ആ സ്വീകാര്യതയാണ് ഇന്ന് പലരും മറന്നു പോകുന്നത്. ഇവിടെയാണ് പരിഹസിക്കുന്നവർക്കുള്ള മറുപടി. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, മറ്റൊരാളുടെ വികാരത്തെയോ സ്വാതന്ത്ര്യത്തെയോ ഹനിക്കാത്ത കാലത്തോളം ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ അത് പ്രകടിപ്പിക്കുവാൻ അവകാശം. മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു വിശ്വാസത്തെയും നാം തള്ളിക്കളയേണ്ടതില്ല. വിശ്വാസിയും അവിശ്വാസിയും പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കുക. ആചാരങ്ങൾക്കപ്പുറം ഇതിലെ വികാരത്തെയും ചരിത്രത്തെയും കാണുക. ഇത് കേരളത്തിൻ്റെ തനിമയാണ് കൊടുങ്ങല്ലൂർ ഭരണി. എല്ലാവർക്കും കൊടുങ്ങല്ലൂർ ഭരണി ആശംസകൾ.